നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപനത്തിന് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. നയപ്രഖ്യാപനം തയ്യാറാക്കാൻ സർക്കാർ മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ മാസം 25-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയായിരിക്കും. PA ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ മാസം 25-നാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ഈ വർഷം ആദ്യം ആരംഭിക്കുന്ന സമ്മേളനം എന്ന നിലയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് നിയമസഭാ സമ്മേളനം ചേരുക. ഇത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപനം തയ്യാറാക്കുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയത്. ഈ നയപ്രഖ്യാപനത്തിന് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. ഇതിനുശേഷം ഇത് ഗവർണർക്ക് സമർപ്പിക്കും. തുടർന്നാണ് ഗവർണർ ഇത് ഏതൊക്കെ ഭാഗങ്ങൾ വായിക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സമീപനം സംബന്ധിച്ച വിശദമായ ഒരു വിമർശനം അല്ലെങ്കിൽ രൂക്ഷ വിമർശനം ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഗ്രാൻറ്റുകൾ ഉൾപ്പെടെ കേന്ദ്രം നൽകാനുണ്ട്. അതോടൊപ്പം വായ്പാ പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിക്കും. അതോടൊപ്പം എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് ഈ ബില്ലുകളിൽ മേൽ ഗവർണർ എടുത്തിരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് എന്തെങ്കിലും നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം ഈ ബില്ലുകളെല്ലാം തന്നെ രാഷ്ട്രപതിക്ക് അയക്കാൻ നേരത്തെ ഗവർണർ തീരുമാനിച്ചിരുന്നു. രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തു. അതോടൊപ്പം മറ്റ് ചില ബില്ലുകളിൽ ഇതുവരെയും ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ഗവർണർക്കെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഈ നയപ്രഖ്യാപനത്തിന് അംഗീകാരം നൽകും. SKN. ഓക്കെ, താങ്ക് യു ഗിരീഷ്. ബീന മുകുന്ദൻ പറയുന്നു. ഗുഡ് മോർണിംഗ് ബീന മുകുന്ദൻ. ജി സുധാകരനെ പോലെ നല്ല മനുഷ്യനെ CPM-കാർക്ക് വേണ്ട, ഇവർക്ക് സ്തുതിപാടി നടക്കുന്നവരെ മതി എന്ന് പറയുന്നു. ബീന, ജി സുധാകരൻ ശരിക്കും ഈ PWD പോലെ ഒരു വകുപ്പ് ഭരിച്ചിട്ടും അഴിമതി എന്നല്ല, ആ അഴിമതിയുടെ പേരിൽ അല്ലെങ്കിൽ കൈക്കൂലിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ 4 അയലത്ത് പോലും ആളുകൾക്ക് ചെല്ലാൻ ഭയമായിരുന്നു. അത്ര ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും നമ്മളത് ഓർമ്മിക്കുക തന്നെ വേണം. ഒരുപക്ഷെ കൈക്കൂലി കിട്ടിയാൽ കമന്ന് വീടുന്ന പല രാഷ്ട്രീയ പ്രവർത്തകരുമുള്ള നമ്മുടെ നാട്ടിൽ ഒരു ഉയർത്തി കെട്ടിയ പന്തം തന്നെയാണ് ജി സുധാകരൻ. അക്കാര്യത്തിൽ സംശയമില്ല. ബാലചന്ദ്രൻ നായർ പറയുന്നു, സോറി, ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഇൻ്ററപ്റ്റഡ് എന്നുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് KR ഗോപികൃഷ്ണൻ്റെ കാര്യത്തിൽ ഇടപെട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു. അതുപോലെ അതങ്ങനെയല്ല, KR ഗോപികൃഷ്ണൻ്റെ നല്ല അഭിമുഖമാണത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 1 മണിക്കൂർ ദൈർഘ്യത്തിൽ നമ്മൾ ഈ അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സാധാരണ അഭിമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തനിക്ക് പറയാനുള്ള കാര്യം നേരെ ചൊവ്വേ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ജി സുധാകരൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ട് വിലയിരുത്തുക. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിശക്തമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞു പോയാൽ എനിക്കിനി ഭാവിയിൽ രാഷ്ട്രീയ സിംഹാസനങ്ങൾ നഷ്ടമാകുമോ എന്നൊന്നും സുധാകരൻ ആലോചിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുഖം ഈ അഭിമുഖത്തിൽ ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.